കൊട്ടാരക്കര ശ്രീധരൻ നായർ. അഞ്ജലി, ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാ മോളെ. ഇത് മധുരം മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ. ഇത്രയധികം ശബ്ദ നിയന്ത്രണമുള്ള ഒറ്റ നടൻ മലയാളത്തിലില്ല. ശബ്ദ ഗാംഭീര്യം കൊണ്ട്, ശബ്ദ നിയന്ത്രണം കൊണ്ട് കഥാപാത്രത്തിൻ്റെ പ്രത്യേകത വിളിച്ചറിയിക്കുന്ന ഒരു നടനാണ് കൊട്ടാരക്കര. ആജാനബാഹുവായ അദ്ദേഹം വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മുറ്റത്തെ തെങ്ങി കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ കലാവാസനയെ നിരുത്സാഹപ്പെടുത്തിയില്ല. നാടകങ്ങളിലും ചരിത്ര നാടകങ്ങളിലും ഒക്കെ പേരെടുത്തു. അങ്ങനെ ആ ചരിത്രം അതേ ആജാനബാഹു കൊണ്ട് അത് ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ധൈര്യപൂർവ്വം കൊടുക്കാം. അങ്ങനെ അദ്ദേഹം വളരെ മലയാളത്തിലെ പല നാടകങ്ങളിലും അഭിനയിച്ചതിന് ശേഷമാണ് പക്ഷിരാജ സ്റ്റുഡിയോസിൻ്റെ പ്രസന്ന എന്നൊരു പടം, ശ്രീരാമലു എന്നൊരാളാണ് ഡയറക്ടർ, ലളിതാ പത്മിനി രാഗിണിമാരുടെ ഒരു പടമാണ് പ്രസന്ന. അന്ന് പ്രസന്ന എന്ന് പറയുന്നത് അദ്ദേഹം മധുവിധു എന്നൊരു നാടകത്തെ ആസ്പദമാക്കി എടുത്തൊരു കഥയാണിത്. അപ്പോൾ പ്രസന്ന അഥവാ മധുവിധു എന്നാണ് പോസ്റ്റർ. പിന്നീട് മധുവിധു അങ്ങ് അപ്രത്യക്ഷം പ്രസന്ന ലളിതാ പത്മിനി രാഗിണിമാരുടെ ആദ്യത്തെ സിനിമ പ്രവേശനം കൂടാണ് പ്രസന്ന. അതിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കര കഥാപാത്രം. പക്ഷേ ആദ്യം പുറത്തു വന്നത് ശശിധരൻ BA അഥവാ പ്രേമ വൈചിത്രം. ഞാൻ പറഞ്ഞ മലയാള സിനിമയ്ക്ക് രണ്ട് പേരാണ്. പ്രേമ വൈചിത്രം എന്ന നാടകമാണ് ശശിധരൻ BA ആയത്. പക്ഷെ പിന്നീട് അത് അറിയിക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഇടും. പിന്നീട് ശശിധരൻ BA ആയി അതും. പക്ഷേ ആദ്യകാലത്തൊക്കെ ഈ നാടകങ്ങളിൽ വന്നുകൊണ്ട് നേരത്തെ പറഞ്ഞൊക്കെ മിക്ക നടന്മാർക്കും ഉണ്ടാകുന്നത് നാടകത്തിൻ്റെ ഒരു അവസ്ഥാന്തരീക്ഷം ഉണ്ടാകും. പക്ഷെ അതിനന്ന് പൊൻകുന്നം പറക്കി അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടാണ്, അല്ലാതെ അല്ല. പൊൻകുന്നം പറക്കി വലിയ സാഹിത്യകാരനാണ്. ഛായ എന്നൊരു ഒരു വിനോദ മാസികയിൽ ഛായ എന്നൊരു കഥ എഴുതി. ഈ നടൻ്റെ കണ്ണുരുട്ടും കാല് കവിച്ചു വെക്കും എന്ന് കൃത്രിമമായ ഭാവവാഹാദികളെ കളിയാക്കിക്കൊണ്ടൊരു കഥാപാത്രം. പക്ഷെ അത് കൊട്ടാരക്കരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറവുകളാണത്. അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ അത് അദ്ദേഹം മാറ്റിയെടുക്കുന്നത് ആത്മശാന്തി എന്നൊരു പടത്തിലെ കഥാപാത്രത്തിലൂടെ നിശേഷം നാടകത്തെ മാറ്റി അദ്ദേഹം ഒരു പുതിയ കഥാപാത്രം ആത്മശാന്തിയിലൂടെ ഒരു പുതിയ നടനെ കിട്ടുന്ന പൊൻകുന്നം വർഗീസ് സാറിന് പിന്നീട് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടൊരു ക്യാരക്ടർ കിട്ടിയത് P. സുബ്രഹ്മണ്യം നിർമ്മിച്ച ആ കാലഘട്ടത്തിൽ നീലക്കുയിലൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതി അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നായി കാണാനുള്ള ഒരു ആശയം, അതിൽ നിന്നാണ് അങ്ങനെയുള്ള ആശയങ്ങൾ മലയാള സിനിമയിൽ ഒരുപാട് എടുത്തു വന്നപ്പോഴാണ് ഈ രണ്ടിടങ്ങഴി എന്ന തകഴിയുടെ നോവൽ എടുക്കുന്നത്. അത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ തുമ്പപ്പൂ പെയ്യണ എന്നൊരു പാട്ടുണ്ട്, കമ്മുകറയും സുലോ, പാട്ടൊക്കെ ഹിറ്റാണ്. അതിലെ ഒരു ക്രിസ്ത്യൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അത് മലയാളികളുടെ മനസ്സിനെ കീഴടക്കി ശരിക്കൊരു നാടൻ കർഷകൻ്റെ ഭാവം. രണ്ടിടങ്ങഴിക്ക് പ്രസിഡന്റിൻ്റെ ഈ പ്രാദേശിക ചിത്രത്തിൽ അവാർഡ് കിട്ടി അദ്ദേഹത്തിന്. അങ്ങനെ മെറിലാൻഡ് വളരെ പേര് നേടിക്കൊടുത്തപ്പോഴാണ് കൊട്ടാരക്കരയ്ക്കും വളരെ പേര് നേടിക്കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അഭിനയം നമ്മൾ ഒരുപാട് കണ്ടതാണ്. അങ്ങനെ മെറിലാൻഡ് സിനിമകളിൽ അദ്ദേഹം സ്ഥിരം വില്ലനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വില്ലനായിട്ട് അദ്ദേഹം ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥനായിട്ടും ജന്മിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്.
ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അതിലെല്ലാം വില്ലനാണോ എന്തോ ആയിക്കോട്ടെ, നല്ല അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം വില്ലൻ കഥാപാത്രത്തിനെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഭാവവാദിയുടെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ചെയ്യുന്നത് പിന്നീട് ചെയ്യുന്ന നമുക്ക് മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു ചിത്രമുണ്ട്, ചെമ്മീൻ. ചെമ്മീൻ തകഴിയുടെ നോവല് അന്ന് രാമക്കരയുടെ സിനിമയൊക്കെയാണ്. അപ്പോൾ ഈ നോവൽ സിനിമയാക്കാനായിട്ട് തകഴി ഒരു നിർദ്ദേശം വെച്ചു. ഈ കഥാപാത്രത്തിൽ ചെമ്പൻ കുഞ്ഞായിട്ട് ഞാൻ പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. രാമക്കരട്ട് പറഞ്ഞു, അത് നിങ്ങളല്ലേ ഈ കഥാപാത്രം സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് പറയാമല്ലോ. അദ്ദേഹം പറഞ്ഞ ആദ്യ പേരാന്നറിയാം, ഈ ചെമ്പൻ കുഞ്ഞായിട്ട് കൊട്ടാരക്കര ശ്രീധരൻ എന്നല്ല വേറെ ആരെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പം കൊട്ടാരക്കര തകഴി വിളിച്ചവന് അദ്ദേഹത്തിന് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ നിനക്കൊരു കഥാപാത്രം നീ വന്ന് അഭിനയിച്ചിട്ട് പോകണം. എന്തുവാ അത്? കൊട്ടാരക്കര വായിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഞാൻ ഒരു പുസ്തകം മേടിച്ച് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നീ ഒരെണ്ണം വാങ്ങിക്കുക, ഏറ്റവും എളുപ്പം ഏതെങ്കിലും ചെയ്യാൻ പറയാം. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് ഈ ചെമ്മീൻ ബുക്ക് സ്റ്റാളിൽ പോയി വായിക്കാനൊന്നും അദ്ദേഹത്തിന് തിരക്കൊന്നും നടക്കത്തില്ല, വായിക്കാനുള്ള ഏകാഗ്രതയില്ല. അദ്ദേഹം അങ്ങനെ ഇരുന്ന് വായിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം പറഞ്ഞ് പിന്നെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് കഥാപാത്രത്തിൽ, ഞാൻ തരത്തില്ല എന്ന് പുസ്തകം കൊടുക്കത്തില്ല തകഴി പറഞ്ഞു. അപ്പോൾ അത്ര ആത്മവിശ്വാസമാണ് കൊട്ടാരക്കര അദ്ദേഹം സമർപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം ആ കഥാപാത്രം അവിടെ ചെന്ന് കണ്ടപ്പോഴേ രാമക്കരാട്ടൻ്റെ കഥ ചോദിച്ചവൻ പറഞ്ഞു, ഒരു പത്രക്കാരൻ ചോദിച്ചു, വളരെ പ്രശസ്തിയുണ്ട് സത്യനോടൊപ്പം തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു സത്യനേക്കാൾ ഉപരി ഒരു പടി കൂടെ മുന്നോട്ടേക്കുന്ന ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രത്തെയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പത്രക്കാരൻ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ എല്ലാ സ്ഥലത്തും പോയി പത്രക്കാരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കഥാപാത്രത്തെ ചെമ്പൻ കുഞ്ഞത്തെ അനശ്വരമാക്കാൻ നിങ്ങൾ എന്താണ് പഠിച്ചത്, എന്താണ് ഹോംവർക്ക് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് ഈ നോവൽ ഞാൻ വായിച്ചില്ലെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റ് ഏകദേശം കേട്ടപ്പോൾ മനസ്സിലായി. ഞാൻ അടിവരയിട്ടൊരു വാചകം അദ്ദേഹം പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് അദ്ദേഹം, ഈ ചെമ്പൻ കുഞ്ഞിനകത്ത് എന്തോ അടിസ്ഥാനം, മീൻ കണ്ട മരയ്ക്കാൻ. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. മീൻ കണ്ട മരയ്ക്കാൻ ഇതെല്ലാം മറക്കും. അപ്പം ആ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്ത് എനിക്ക് പിന്നെ ഒന്നും നോക്കി എൻ്റെ മനസ്സിലേക്ക് ഞാൻ ചെമ്പൻ കുഞ്ഞിനെ ആവേശിച്ചു. ചെമ്പൻ കുഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്തു. ഇന്നും അതെങ്ങനെ ചെയ്ത് മീൻ കണ്ട മരയ്ക്കാൻ ഞാൻ പകർത്തിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെമ്പൻ കുഞ്ഞിലൂടെ മലയാള സിനിമയുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനായിട്ട് അത് ഉയരുകയാണ്. എനിക്കിത് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഇതാ ഇതാ എന്റെ ഇത്രയേ ഉണ്ട്. ഇത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത്രയേ ഉള്ളൂ. പിടിച്ചോ. വെട്ടിന്ന് രൂപ എടുത്ത് മകന് കൊടുത്ത ഇറങ്ങിവിടുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? കേറി പോയത്. ഇനി വേറൊരു കാര്യം പറ, അദ്ദേഹം വേലുത്തമ്പി ദളവാന്നൊരു സിനിമ, അത് ലളിതാ പത്മിനി രാഘവന്മാരുടെ ബന്ധു PK സത്യപാൽ ഓറിയന്റൽ മൂവീസ്, അവർ ചരിത്ര കഥകളൊക്കെ എടുക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ വേലുത്തമ്പി ദളവ എടുത്തു. വേലുത്തമ്പി ദളവ അവർ പറഞ്ഞ് 2 ഭാഷകളിൽ എടുക്കാം, മലയാളം ചെറിയ ബഡ്ജറ്റ് വലിയ സെറ്റൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്, 2 ഭാഷയിൽ എടുക്കുന്നുണ്ട്, 2 ഭാഷയിൽ അറിയാവുന്ന നടനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് PK സത്യപാൽ ശിവാജി ഗണേശനെ വിളിക്കുന്നു. ശിവാജി ഗണേശൻ നാടകമെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അഭിനയം. 3-4 ദിവസം ഷോട്ട് എടുത്തിട്ട് ശരിയാവുന്നില്ല. അവസാനം ശിവാജി ഗണേശൻ പരാജയം സംഭവിച്ചു. അങ്ങനെ ഇനി തമിഴ് വേണ്ടെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊട്ടാരക്കരയെ വിളിക്കുന്നത്. ഇന്നും ആജാനുബാഹുവായ വേലുത്തമ്പി ദളവൻ കഥാപാത്രം ശബ്ദ ഗാംഭീര്യം കൊണ്ടും ആകൃതി കൊണ്ടും അദ്ദേഹം അനശ്വരമാക്കി. അങ്ങനെ ഇന്ത്യയിലെ ഒരു നടനും കിട്ടാത്ത ബഹുമതിയാണ് അദ്ദേഹത്തെ. നീ ജനിക്കണം എങ്കിൽ മാത്രമേ നാട്ടുകാരനെ പുച്ഛിക്കൂ. കരക്കാർ തലക്കുളത്ത് തമ്പിമാരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പൂ. വേണ്ടായിരുന്നു, ഇത്രമാത്രം അതിര് കടന്ന് സ്നേഹിക്കണ്ടായിരുന്നു. പൂക്കൾ പറിക്കാൻ ഇറങ്ങുമ്പോൾ എന്റെ നെഞ്ചു തുടിക്കും, കയ്യിൽ മുള്ള തറയ്ക്കുമോ, കാൽ വഴുതി വീഴുമോ എന്തെല്ലാം ഭയന്നു. ഇതെന്താണ്? തലക്കുളത്ത് വേലായുധം ചെമ്പകരാമന്റെ നിണമണിയലാണ്. ആകാശം മുട്ട നിൽക്കുന്ന അധികാര ശക്തിയുടെ അന്ത്യം കുറിക്കുന്നതാണ്
ഈ ചെഞ്ചോരത്തോടുകൂടി മലനാടും മലടിയല്ലെന്നും മാനം രക്ഷിക്കാൻ കരുത്തുള്ള മക്കളെ അവൾ പെട്ടിട്ടുണ്ടെന്നും കമ്പനി രാക്ഷസന്മാരെ പിടിച്ചറിയിക്കുന്ന കൊടിക്കൂറയാണിത്. നിനക്കെതിരെ ശക്തിയില്ലെങ്കിൽ വേണ്ട. അയ്യോ, ആ ശക്തന്മാരെ തൊടാൻ ഈ അവസാന നിമിഷത്തിൽ നിന്ന് ഏർപ്പാടാ. പാതറിവിളച്ചു നിൽക്കുന്ന എന്റെ അനിയന്റെ കൈക്ക് കെൽപ്പും കരുത്തും കൊടുത്ത് ഈ ദുരന്ത നാടകം അവസാനിപ്പിക്കേണ്ടത്. അതേ കണക്കിന് കുഞ്ഞാലി മരക്കാർ, SS രാജൻ എന്നൊരു ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കുഞ്ഞാലി മരക്കാർ. അത് അന്നത്തെ കാലത്ത് വളരെയധികം പൈസ ചെലവാക്കി TK പരീക്കുട്ടി എടുത്ത പണി. SS രാജൻ എന്ന ഡയറക്ടറാണ് അദ്ദേഹം. അതിനകത്ത് ഈ പായ്ക്കപ്പൽ, അന്ന് ബോംബെ എന്നൊരു പായ്ക്കപ്പൽ വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന് അത് കടലിൽ വെച്ചിട്ട് സെറ്റിട്ട് വളരെ ശ്രമീകരിച്ചെടുത്തു. അതിനകത്ത് കൊട്ടാരക്കര, അതിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ വില്ലൻ വേഷത്തിൽ അഭിനയിച്ച കൊട്ടാരക്കര നായകനും അദ്ദേഹത്തിൻ്റെ ശത്രുവായ സായിപ്പായിട്ട് പ്രേം നസീർ അഭിനയിച്ചുകൊണ്ട് ഒരു 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 വൈരുദ്ധ്യം കൂടെ ഇവിടെ ഉണ്ട്. പക്ഷേ അതിൽ കുഞ്ഞാലി മരക്കാറായിട്ടും ആ ദേശാഭിമാനം തുളുമ്പുന്ന ആ പടത്തലവനായിട്ടും അദ്ദേഹം കാഴ്ചവെച്ചത് മലയാളികൾ ഇന്നും മറക്കത്തില്ല. ഇന്നും കുഞ്ഞാലി മരക്കാർ പ്രിന്റ് ഇല്ല, പക്ഷേ പ്രിന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് നമുക്കത് കാണാൻ വരുന്നത്. അങ്ങനെ നമ്മൾ കാണാതെ പ്രിന്റ് നശിച്ച ഒരുപാട് പടങ്ങളിലൂടെ കൊട്ടാരക്കര കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ചെമ്പൻ കുഞ്ഞും അതിന് നേരെ എതിരുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് അടുത്തത്. അത് നമുക്ക് അടുത്ത അദ്ദേഹത്തെ വിശദമായിട്ട് പറയാം.